ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന PG എൻട്രൻസ് എക്സാം, 200+ യൂണിവേഴ്സിറ്റികളിൽ അക്സെപ്റ്റ് ചെയ്യുന്ന PG എൻട്രൻസ് എക്സാം CUET PG 2027 പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത്. ഡിഗ്രിക്ക് ശേഷം ഇന്ത്യയിലെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ PG ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് CUET PG എൻട്രൻസ് എക്സാം. 2022 മുതലാണ് CUET PG നിലവിൽ വരുന്നത്. അതിലേകദേശം 48ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളും മറ്റു പ്രൈവറ്റ് ഡീംഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലായിട്ട് 200 മുകളിൽ യൂണിവേഴ്സിറ്റികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളായ JNU, ജാമിയ, അലിഗഡ്, BHU, IFLU, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതുപോലെ തന്നെയുള്ള മറ്റു സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് CUET PGയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. ഏകദേശം 48ഓളം പ്രീമിയർ ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റു യൂണിവേഴ്സിറ്റികളും ഇതിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി? ഇന്ത്യയിൽ ഏകദേശം 1338 യൂണിവേഴ്സിറ്റികളാണുള്ളത്. അതിൽ ആദ്യത്തെ 100-ൽ വരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. മാത്രമല്ല മികച്ച അധ്യാപകരുടെ സഹായത്തോടു കൂടി മികച്ച ക്യാമ്പസുകളിൽ കുറഞ്ഞ ഫീസോടെ കൂടി പഠിക്കാമെന്നുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള എൻട്രൻസ് എക്സാമുകളിൽ നിന്നും CUET PG വ്യത്യസ്തമായി നിൽക്കുന്നത്. എന്തുകൊണ്ട് CUET PG എൻട്രൻസ് എഴുതണം? 2022 വരെ PG എൻട്രൻസ് എക്സാമുകൾക്ക് സെപ്പറേറ്റായി ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കും എൻട്രൻസ് എഴുതണമായിരുന്നു. 2022 ശേഷം CUET PGയുടെ വരവോട് കൂടിയാണ് ഒറ്റ ഒരു എൻട്രൻസ് വഴി 200+ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ ഓപ്പണായി കിട്ടുന്നത്. നമുക്കിതിൽ ഏകദേശം 187ഓളം സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ആണ്, കോഴ്സുകളാണ് CUET PGയിൽ വരുന്നത്. ഏകദേശം 200+ യൂണിവേഴ്സിറ്റീസ് ആണ് ഈ ഒരു എൻട്രൻസിൻ്റെ ഭാഗമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതാണ് CUET PGയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ് CUET PG എക്സാം പാറ്റേൺ? വെയിറ്റ് പറഞ്ഞു തരാം. ഏകദേശം 157 സബ്ജക്റ്റുകളാണ് CUET PGയിൽ ഉണ്ടാവുക. അതിലൊരാൾക്ക് മാക്സിമം 4 സബ്ജക്റ്റ് വരെ എഴുതാൻ വേണ്ടി പറ്റും. ഒരു പേപ്പറിൽ 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 90 മിനിറ്റ്സ് ആണ് ഒരു പേപ്പർ സമയം എന്ന് പറയുന്നത്. ഒരു ഉത്തരം ശരിയാൽ 4 മാർക്കും ഒരു ഉത്തരം തെറ്റിയാൽ -1 പോവുക. ഒരു പേപ്പറിൽ ഔട്ട് ഓഫ് 300 ആണ് എക്സാം വരുന്നത്. ഒരു 300-ൽ നിങ്ങൾ 200 എബോവ് സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കയറാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതാണ് ഈ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. എന്നാണ് CUET PG 2027 നടക്കുന്നത്? അതിൻ്റെ ടൈം ലൈൻ എങ്ങനെയാണ്? ബാക്കി പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? പറഞ്ഞു തരാം. ഈ ഒരു എക്സാം നടക്കുന്നത് മാർച്ച് മാസത്തിലായിരിക്കും. ഡിസംബർ ഓർ ജനുവരി 2027 അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ശേഷം അതിൻ്റെ അപ്ലിക്കേഷൻ ജനുവരി ഓർ ഫെബ്രുവരിക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 1 മന്തോളം നീണ്ടു നിൽക്കുന്ന ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സായിരിക്കും. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമായും നിങ്ങൾ ഡിഗ്രിയിൽ 50% മാർക്കോട് കൂടി പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഓൺഗോയിങ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. റിസൾട്ട് അവൈറ്റിംഗ് എന്ന് കൊടുത്താൽ മതിയാവും. ശേഷം ബാക്കി ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം അതിനുശേഷം കറക്ഷൻ വിൻഡോ ഓപ്ഷൻ ഉണ്ടാവും. നമ്മളുടെ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അത് കറക്ഷൻ ചെയ്യാം. ശേഷം അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വരും. അതൊരു മാർച്ച് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ആയിരിക്കും വരിക. സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സാം വരുന്ന ജില്ല അല്ലെങ്കിൽ അതിൻ്റെ ടൗൺ ഏതാണെന്നുള്ളതാണ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശേഷം വരുന്നത് അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന പ്രൂഫാണ്. നിങ്ങളുടെ എക്സാം സെൻറ്ററിലേക്കുള്ള കാർഡാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ആ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ എക്സാമിന് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം മുമ്പായിരിക്കും ഔട്ട് ചെയ്യുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ എക്സാം സെൻറ്ററിലേക്ക് പോകുന്ന എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ഔട്ട് ചെയ്യും. ശേഷം ഫൈനലായിട്ടുള്ള ആൻസർ കീ ഔട്ട് ചെയ്യും. അതിന് ശേഷമായിരിക്കും നിങ്ങളുടെ സ്കോർ കാർഡ് റിലീസ് ചെയ്തതിന് ശേഷമാണ് ബാക്കി അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് CUET PG 2027 ബന്ധപ്പെട്ട് പറയാനുള്ളത്. MA, MSc, MBA, MCOM അതുപോലെ തന്നെ MCA പോലുള്ള എൻട്രൻസ് എക്സാമുകൾ നോക്കുന്നവരാണെങ്കിൽ CUET PG ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക്. 6 ഓൾ ഇന്ത്യ റാങ്ക് ഉൾപ്പെടെ കേരളത്തിൽ 1000-ൽ കൂടുതൽ വിദ്യാർത്ഥികളെ 2026 CUET PG വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിച്ച എൻലേൺ അക്കാഡമി അതിൻ്റെ 2027 ബാച്ച് ആരംഭിച്ചിരിക്കുന്നു. ബാച്ചുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡിഗ്രി 3rd ഇയർ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ CUET PG എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്കും ഇത് അയച്ചു കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.